കെപ്ലറുടെ മൂന്നാം ഗ്രഹനിയമം കെപ്ലേഴ്സ് തേർഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. കെപ്ലറുടെ മൂന്നാം ഗ്രഹനിയമം ഗ്രഹങ്ങളുടെ ഭ്രമണകാലവും സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരവും തമ്മിലുള്ള ബന്ധത്തെ വിവരിക്കുന്നു. ഈ നിയമം ജർമ്മൻ ജ്യോതിശാസ്ത്രജ്ഞനായ ജോഹാനസ് കെപ്ലർ 1619 ഇൽ പ്രസിദ്ധീകരിച്ച ഹാർമണീസ് ഓഫ് ദ വേൾഡ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചു. നിയമത്തിന്റെ പ്രസ്താവന: ഒരു ഗ്രഹത്തിന്റെ ഭ്രമണകാലത്തിന്റെ വർഗ്ഗം അതിന്റെ സൂര്യനിൽ നിന്നുള്ള ശരാശരി ദൂരത്തിന്റെ ക്യൂബിന് ആനുപാതികമാണ്. ഗണിത രൂപം: ടി വർഗ്ഗം പ്രൊപ്പോർഷണൽ ടു ആർ ഘാതം 3. ടി ഗ്രഹത്തിന്റെ ഭ്രമണകാലം ഭൂമിയിലെ വർഷങ്ങളിൽ. ആർ ഗ്രഹത്തിന്റെ സൂര്യനിൽ നിന്നുള്ള ശരാശരി ദൂരം ആസ്ട്രോണോമിക്കൽ യൂണിറ്റിൽ. വിശദീകരണം: ഭ്രമണകാലം ഒരു ഗ്രഹം സൂര്യനെ ഒരു തവണ പൂർണ്ണമായും വലം വയ്ക്കാൻ എടുക്കുന്ന സമയമാണ് ഭ്രമണകാലം. ശരാശരി ദൂരം ഒരു ഗ്രഹത്തിന്റെ ഭ്രമണപഥത്തിന്റെ ഏറ്റവും അടുത്ത ബിന്ദു പെർഹീലിയൻ ഇലും ഏറ്റവും അകലെയുള്ള ബിന്ദു അഫീലിയൻ ഇലുമുള്ള ദൂരങ്ങളുടെ ശരാശരിയാണ്. നിയമത്തിന്റെ പ്രാധാന്യം: ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളുടെ രൂപം മനസ്സിലാക്കൽ. കെപ്ലറുടെ മൂന്നാം നിയമം ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളുടെ രൂപം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഗ്രഹങ്ങളുടെ ഭ്രമണവേഗ നിർണ്ണയിക്കൽ: ഒരു ഗ്രഹത്തിന്റെ സൂര്യനിൽ നിന്നുള്ള ദൂരം അറിയാമെങ്കിൽ അതിന്റെ ഭ്രമണകാലം കണക്കാക്കാൻ ഈ നിയമം ഉപയോഗിക്കാം. ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളുടെ വലിപ്പം നിർണ്ണയിക്കൽ: ഒരു ഗ്രഹത്തിന്റെ ഭ്രമണകാലം അറിയാമെങ്കിൽ അതിന്റെ സൂര്യനിൽ നിന്നുള്ള ശരാശരി ദൂരം കണക്കാക്കാൻ ഈ നിയമം ഉപയോഗിക്കാം. ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണ ബലം മനസ്സിലാക്കൽ: ഈ നിയമം ഗ്രഹങ്ങളെ സൂര്യനു ചുറ്റും ഭ്രമണപഥത്തിൽ നിലനിർത്തുന്ന ഗുരുത്വാകർഷണ ബലത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഉദാഹരണം: ഭൂമിയുടെ ഭ്രമണകാലം 1 വർഷവും ശരാശരി ദൂരം 1 ആസ്ട്രോണോമിക്കൽ യൂണിറ്റാണ്. മറ്റൊരു ഗ്രഹത്തിന്റെ ഭ്രമണകാലം 8 വർഷമാണെങ്കിൽ അതിന്റെ ശരാശരി ദൂരം കണക്കാക്കാം. ടി വർഗ്ഗം പ്രൊപ്പോർഷണൽ ടു ആർ ഘാതം 3. 8 വർഷം വർഗ്ഗം പ്രൊപ്പോർഷണൽ ടു ആർ ഘാതം 3. 64 പ്രൊപ്പോർഷണൽ ടു ആർ ഘാതം 3. ആർ ഘാതം 3 സമം 64. ആർ സമം ഘനമൂലം 64. ആർ സമം 4 ജ്യോതിശാസ്ത്ര യൂണിറ്റ്. അതായത് ഈ ഗ്രഹത്തിന്റെ സൂര്യനിൽ നിന്നുള്ള ശരാശരി ദൂരം ഭൂമിയുടെ ശരാശരി ദൂരത്തേക്കാൾ 4 മടങ്ങ് കൂടുതലാണ്. കെപ്ലറുടെ മൂന്നാം നിയമത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ: ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമവുമായുള്ള ബന്ധം. ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമം കെപ്ലറുടെ മൂന്നാം നിയമത്തിന് ഗണിതശാസ്ത്രപരമായ അടിത്തറ നൽകുന്നു. ന്യൂട്ടന്റെ നിയമങ്ങൾ പ്രകാരം രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം അവയുടെ ദ്രവ്യമാനങ്ങളുടെ ഗുണനബലത്തിന് ആനുപാതികവും അവയ്ക്കിടയിലുള്ള ദൂരത്തിന്റെ വർഗ്ഗത്തിന് വിപരീതാനുപാതികവുമാണ്. ഈ ബന്ധം കെപ്ലറുടെ മൂന്നാം നിയമത്തിൽ നീനു എഡുഥാഥൻ. സൗരയൂഥത്തിനപ്പുറത്തുള്ള ഗ്രഹങ്ങളുടെ കണ്ടെത്തൽ. കെപ്ലറുടെ മൂന്നാം നിയമം സൗരയൂഥത്തിനപ്പുറത്തുള്ള ഗ്രഹങ്ങളെ കണ്ടെത്തുന്നതിനും അവയുടെ ഭ്രമണപഥങ്ങളെ വിശകലനം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളുടെ സ്ഥിരത. ഈ നിയമം ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾ സ്ഥിരയുള്ളതാണെന്ന് സൂചിപ്പിക്കുന്നു. കെപ്ലറുടെ മൂന്നാം നിയമത്തിന്റെ പരിമിതികൾ. കേവലമായ ആനുപാതികത. കെപ്ലറുടെ മൂന്നാം നിയമം കേവലമായ ആനുപാതികത മാത്രമാണ് പ്രതിപാദിക്കുന്നത്. ഗ്രഹങ്ങളുടെ ദ്രവ്യമാനം ഈ നിയമത്തിൽ പരിഗണിക്കുന്നില്ല. ഏകദേശ ഫലങ്ങൾ. ഈ നിയമം ഏകദേശ ഫലങ്ങൾ മാത്രമാണ് നൽകുന്നത്. ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളുടെ അപകേന്ദ്രത. ഈ നിയമം ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളുടെ അപകേന്ദ്രതയെ പരിഗണിക്കുന്നില്ല. കെപ്ലറുടെ മൂന്നാം നിയമത്തിന്റെ പ്രായോഗിക പ്രയോഗങ്ങൾ: ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളുടെ കണക്കുകൂട്ടൽ, ഗ്രഹങ്ങളുടെ ദ്രവ്യമാനം നിർണ്ണയിക്കൽ, ഗ്രഹങ്ങളുടെ ഭ്രമണവേഗ നിർണ്ണയിക്കൽ, ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളുടെ കണക്കുകൂട്ടൽ, സൗരയൂഥത്തിനപ്പുറത്തുള്ള ഗ്രഹങ്ങളുടെ കണ്ടെത്തൽ, നക്ഷത്രങ്ങളുടെ ഭ്രമണപഥങ്ങളുടെ കണക്കുകൂട്ടൽ,